പിന്നെ പരിഷ്കരിച്ചു പോയത് അവർക്ക് വേറെ പരിപാടികളുണ്ടായി. ഞാൻ ഇന്ന് 10:30 അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു പാർട്ടി പരിപാടിയിൽ 10:30 അല്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. പാർട്ടി പരിപാടിക്ക് പോകാൻ പറ്റും പോകണമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ചർച്ച ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. ഒരു പ്രതിഷേധം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണാത്തല്ലോ. പറയുന്ന കോൺഗ്രസ് ആണ്. ഏത് ചിഹ്നത്തിൽ ജയിച്ചു എന്നതിൽ അപ്പുറം ഒരു കേസ് ആളാണ് അസംബ്ലിയിൽ. ഞാൻ അതൊക്കെ ഇവിടെ പറയുന്നത്. പൊങ്കാലയുടെ നല്ലൊരു പത്രസമ്മേളനമായിട്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ശ്രദ്ധിച്ചാണല്ലോ. കാര്യം ഇത് ബഡ്ജറ്റ് ചർച്ചയും നടന്നിട്ടുണ്ട്. ഇന്ന് താങ്കൾ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കേസിന്റെ ചർച്ചയും വിചാരണയല്ല. ഇന്നലെ പൂർണ്ണമായിട്ടും സൂര്യന് താഴെയുള്ള എല്ലാ വിഷയവും പലരും പ്രസംഗിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വം മുതൽ പാപ്പനംകോട് വരെയുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രസംഗിച്ചു. അത് ഇന്നലെ പൊതു ചർച്ചയായിരുന്നു. ഇന്ന് ഹെഡ് തിരിച്ച് ഇനി ഈ അനുവദിച്ചതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? അപ്പൊ എനിക്കോണം അത് മനസ്സിലാക്കാതെയാണ് ആ വിഷയം ഉന്നയിച്ചത് എന്നുള്ളതാണ്. അത് ബഡ്ജറ്റ് വിഷയം അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ പരിഷ്കരിച്ചു പോയത് അവർക്ക് വേറെ പരിപാടികളുണ്ടായി. ഞാൻ ഇന്ന് 10:30 അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയത്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു പാർട്ടി പരിപാടിയിൽ 10:30 അല്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ അല്ലേ ഉണ്ടായിരുന്നല്ലോ. അവിടെ പോയതാണ്. അത്രയേ ഉള്ളൂ. പാർട്ടി പരിപാടിക്ക് പോകാൻ പറ്റും പോകണമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ചർച്ച ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. ഒരു പ്രതിഷേധം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണാത്തല്ലോ. ബഡ്ജറ്റ് വൻ ഭൂരിപക്ഷത്തിൽ പാസ്സായി. ഈ ഭരണസമിതി വന്നപ്പോ ഉണ്ടായിരുന്ന ആശങ്കയൊന്നും ഉണ്ടായിട്ടില്ല.